മഴ തോരുമുമ്പയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ബാലചന്ദ്രൻ വന്ന് സത്യങ്ങളൊക്കെ കമലനെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കമല ഒന്നും തന്നെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അലീനനെ വിളിച്ചു വരുത്തി സംഭവിച്ച കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറയണം, ഒന്നും പറയാണ്ടിരിക്കരുത്, ഒന്നും മറച്ചു വയ്ക്കരുത് എന്നൊക്കെ ചൂല് പിടിച്ചുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ അലീനയ്ക്ക് അടി കിട്ടുമായിരുന്നു. അങ്ങനെ അലീന പറയുന്നുണ്ട് കമലാൻ്റെയും അതുപോലെ തന്നെ ഹരിശങ്കറും കൂടിന് എന്നെ വലിച്ച് പുറത്താക്കിയതും കാറിൽ കയറ്റിയതും പാലാ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയതും അങ്ങനെ ഓരോന്നോരോന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാൻ ചേച്ചി കമലേട്ടത്തിന്ന് വിളിച്ചത് വൈജയന്തിയുടെ ഏട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ്. ഇപ്പം നീ ആ സ്ഥാനത്തു നിന്നൊക്കെ ഇറങ്ങി വെറും തറയായി എൻ്റെ വീട്ടിൽ വന്ന് തെണ്ടിത്തരം കാണിച്ച നിലയ്ക്ക് ഇനി നിന്നായിട്ടൊരു ഒത്തുതീർപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിൻ്റെ പേരിൽ ഏട്ടത്തിന്ന് വിളിക്കില്ല എന്ന് പറയും. അപ്പോൾ കമല ദേഷ്യപ്പെടുന്നുണ്ട്. ബാലചന്ദ്ര സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ എന്ത് സൂക്ഷിക്കാനുണ്ട് എന്നും പറഞ്ഞ് ചൂലും കെട്ടുകൊണ്ട് ഒന്ന് കൊടുക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മോളെ അടിച്ചിറക്കാൻ നിനക്ക് എന്താ അടിയവകാശം എന്ന് ചോദിച്ച് അടിച്ചോണം അടിക്കിന്. എൻ്റെ അമ്മനെ തൊട്ട് പോകരുതെന്ന് പറഞ്ഞ് ഹരിയും മൂടി വരും. നിനക്ക് ഞാൻ തന്നില്ലല്ലേ മറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആദ്യം ചൂലിൻ്റെ തുമ്പ് മാറ്റി കടകൊണ്ടാണ് അടിക്കുന്നത് പുറത്തേക്ക്. പിന്നെ കാല് പോയിക്ക് വയറ്റത്തേക്ക് നോക്കി ഒരു ചവിട്ടുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ഹരി തെറിച്ച് വീഴുന്നുണ്ട്. എൻ്റെ മോനെ തൊട്ട് പോകരുതെന്ന് പറഞ്ഞ് നമ്മുടെ ശിവേട്ടന് പേരുണ്ട്, തനിക്കും ഞാൻ തരാടോ നാണം കെട്ടവനെ തന്നെ. എൻ്റെ പെങ്ങളെ വീട്ടിൽ വെച്ചിട്ട് മര്യാദയ്ക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പെങ്ങളെ പ്രവൃത്തിയും എൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വേഷം കെട്ട് കാണിക്കാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നിട്ടുണ്ടോ? നാണം മാനമില്ലാത്തവനെ. ഇപ്പം ഇറങ്ങിക്കൊള്ളാം എൻ്റെ വീട്ടിൽ നിന്ന് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങല്ല അടിച്ചിറക്കണ്. അപ്പോൾ ബാബിതോട് പറയുന്നുണ്ടടാ, ബാബിതോടും അതുപോലെ തന്നെ രോഹിത്തിനോടും പറയുന്നുണ്ട്, ശിവേട്ടൻ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വന്നോ, ഇനി നിങ്ങളമ്മ ഈ വീട്ടിലേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഈ ആൾ ഈ വീടും സ്വത്തൊക്കെ അലീനയ്ക്ക് എഴുതി കൊടുക്കും. അവൻ അലീനനെ കെട്ടിപ്പിടിച്ച് ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാന്ന് പറയും. അങ്ങനെ രണ്ട് മക്കളും വേഗം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പോകണ്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് നമ്മുടെ രോഹിത്തിനോട്, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ എളുപ്പമാണ്, പക്ഷെ തിരിച്ചു കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. നീ എന്ത് നോക്കിക്കണം, നിനക്ക് ഇങ്ങോട്ട് പോകുന്നൂടെ? നീ എന്തിനാ ഈ അലീനയുടെയും അച്ഛൻ്റെയും വാലുമ്പോൾ തൂങ്ങി കിടക്കണത്? ഇത് എൻ്റെ അച്ഛനാണ്, ഇത് എൻ്റെ വീടാണ്, അതുകൊണ്ട് ഞാനിവിടെ നിന്ന് പോയില്ല. എനിക്ക് അച്ഛനും അലീന ചേച്ചിയും മതി എന്നിങ്ങനെ തീർത്ത് പറയണ്. ഞാനേ പോകണം, നീ ഇവിടെ കിടന്നോന്ന് പറയും. തിരിച്ചു വരുമ്പോൾ കാണാം. ഞാൻ തിരിച്ചു വരില്ല, എൻ്റെ പട്ടി പോലും തിരിച്ചു വരില്ല. ശരി കാണാം നമുക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോളും വെല്ലുവിളിക്കിന്. അങ്ങനെ മക്കളൊക്കെ കൂടി പോകണ്. മക്കൾ പോകണാണുമ്പോൾ അലീനയ്ക്ക് വിഷമാവുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ടായിരുന്നു ഞാൻ കാരണം മക്കളെല്ലാവരും കൂടി പോകുമല്ലേ, ഞാനല്ലല്ലോ ഇവിടെ വേണ്ടത്, അവരല്ലേ സാറിൻ്റെ സ്വന്തം മക്കൾ, ഞാൻ എന്ത് ബന്ധം പറഞ്ഞു. അവരെ കുറച്ച് നാൾ കമലാൻ്റിയുടെ തേനും സ്നേഹമൊക്കെ കഴിക്കട്ടെ. കമലയുടെ സ്വഭാവം എന്തോരുണ്ടെന്നറിയാം. ആ കൈപ്പന്നീര് കുടിച്ചവരാണ് അവരുടെ അമ്മ. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്കും ജീവിതത്തിൽ സുഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കുറച്ചവർ പഠിക്കാനുണ്ട്. അപ്പോൾ അവരവിടെ പഠിക്കട്ടെ, അനുഭവിക്കണം. ആ വീട് എങ്ങനെയാണെന്നും കൊല്ലപ്പള്ളി അവരെങ്ങനെയാണ് സ്വീകരിക്കണതെന്ന് അവർ അനുഭവിക്കാനുണ്ട്. കമലയുടെ കൂടെയല്ലേ അവർ പോയേക്കണത്. 10 ദിവസം പോലും അവർ തികച്ച് നിൽക്കില്ല. നല്ല മര്യാദ പഠിച്ചിട്ടായിരിക്കും അവർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ അവർ അനുഭവിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് പോണത്. അവർ പെട്ടെന്ന് വരും, നീ അതോർത്ത് വിഷമിക്കണ്ട കേട്ടാ, മനസ്സിലായല്ലോ, വിഷമിക്കണ്ട എന്ന് ബാലചന്ദ്രൻ തീർത്ത് പറയണം. പിന്നെ പ്രമോണ് കാണിക്കുന്നത്, പ്രമോയിൽ മനു വരുന്നുണ്ട്. മനു വരുമ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും അലീന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഏറ്റവും വിഷമം എൻ്റെ അച്ഛനെ ആലോചിച്ചിട്ടാണ്. എത്രത്തോളം താഴാണ് എല്ലാവരുടെ മുന്നിലും ആ പാവം. ഞാൻ കാരണം എനിക്ക് വേണ്ടി സ്വന്തം മക്കളെ പോലെ മാറ്റി നിർത്തിയിട്ട് ഇപ്പം എന്നെ സ്നേഹിക്കുന്നത്. നീ എനിക്കൊരു പിടിവള്ളി ഉണ്ടെന്ന് പറയുന്നത് എനിക്കറിയാം എല്ലാ അർത്ഥത്തിലും അതെന്താണെന്ന്. എന്നിട്ടും ഞാൻ സഹിച്ച് നിൽക്കണ്. അച്ഛൻ എല്ലാവരും മുന്നിൽ നാണം കെടുന്നു, ഓരോ ദിവസം ഓരോ നുണകൾ പറയുന്നു എനിക്ക് വേണ്ടിയിട്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മനുവേട്ടാന്ന് പറയുമ്പോൾ മനു സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അലീന മനുവിൻ്റെ തോളി ചാരി കിടക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പ്രമോയിൽ. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട്. ICUവിൽ കയറി വൈജയന്തിനെ കാണുന്നു. കണ്ണടച്ച് ബോധമൊന്നും വന്നിട്ടില്ല, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി അങ്ങനെ കിടക്കുന്ന ഒരു ഭാഗം മുഖം മറച്ചിട്ടുണ്ട്. എന്തായാലും ബാലചന്ദ്രന് അല്ലെങ്കിൽ നമ്മുടെ വൈജയന്തിയെ കാണുമ്പോൾ ഒരു വിഷമം ഒന്നും തോന്നുന്നില്ല, മനസ്സിലൊരു വികാരമില്ലാത്ത പോലെ ഇങ്ങനെ വൈജയന്തിയെ നോക്കി നിൽക്കുന്നതോടെയാണ് പ്രമോ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.